ഏത് ആഗ്രഹവും നടത്തിത്തരാൻ കഴിവുള്ളവനാ ദൈവം. ഏത് വിഷയവും, ഏതൊരു വലിയ വിഷയവും നടത്തിത്തരാൻ നമ്മുടെ ദൈവത്തിന് കഴിവുണ്ട്. അവൻ്റെ മുൻപിൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ അവനത് നടത്തിത്തരിക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ഏറ്റെടുക്കണം. നമുക്കൊക്കെ ബന്ധനങ്ങളുണ്ടല്ലേ നമ്മുടെ ഓരോ ജീവിതത്തിലും. ഒരു ക്രിസ്തീയ ജീവിതമാണിക്കോട്ടെ, ഏത് തരത്തിലാണെങ്കിലും പലവിധ ബന്ധനങ്ങൾ നമ്മുടെയൊക്കെ കൂടെയുണ്ട്. ചില കാര്യങ്ങൾ എത്ര ചെയ്യാൻ ശ്രമിച്ചാലും നടക്കത്തില്ല. ചിലർ വീട് പണിയാൻ അനേകമായി ശ്രമിക്കുന്നു, നടക്കത്തില്ല. ജോലിയുടെ കാര്യം ഒത്തിരി ശ്രമിക്കുന്നു, നടക്കത്തില്ല. ചിലർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിലായിരിക്കും തടസ്സങ്ങൾ, കെട്ടുകൾ, ബന്ധനങ്ങൾ, അതിന് ശ്രമിക്കുന്നു, നടക്കത്തില്ല. ചില പാപമേഖലകൾ അഴിക്കാൻ ശ്രമിക്കുന്നു, നടക്കത്തില്ല. ഏതൊക്കെയോ തലത്തിൽ പലവിധ ബന്ധനങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ കൂടിയിട്ടുണ്ട്. നമ്മൾ പാടി ആരാധിക്കും. നേരത്തെ ആദ്യത്തെ ആരാധനയിൽ നമ്മൾ പാടി ഇങ്ങനെ ആരാധിച്ചു. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ ആരാധിച്ചതുപോലെ, ദാനിയേല് സിംഹക്കുഴിയിൽ ആരാധിച്ചതുപോലെ ദൈവമക്കൾ ഞങ്ങൾ ആരാധിക്കുന്നു. ഇത് വാക്കുകൊണ്ട് നമ്മൾ പറയും, പക്ഷെ ഹൃദയത്തിൽ ഈ ചിന്തയുണ്ടോ? പൗലോസും സീലാസും ആരാധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ചങ്ങലകൾ പൊട്ടി ദൈവം അവരെ സ്വതന്ത്രരാക്കി. ഇന്ന് നമ്മൾ ആരാധിക്കുന്നു, പക്ഷേ പലരും സ്വതന്ത്രരാകുന്നില്ല. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. അപ്പൊ പൗലോസും സീലാസും ആരാധിച്ചത് എങ്ങനെ, ഏത് തരത്തിൽ എന്ന് അറിയാതെ ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല? വിടുവിക്കപ്പെടാൻ പോകുന്നില്ല. പൗലോസും സീലാസും ആരാധിച്ചതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നതിന് മുൻപ് ചില വാക്യങ്ങളൊന്ന് വായിച്ച് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി പോവുക. അപ്പസ്തോല പ്രവൃത്തി 16-ാം അധ്യായം മുതൽ അതിൻ്റെ 1 മുതൽ വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കണം. കാരണം ഈ 1 മുതലുള്ള ഏകദേശം ഒരു അധ്യായത്തിൻ്റെ പല വാക്യങ്ങളും നമുക്ക് വായിച്ചു പോകാനുണ്ട് ഇന്നത്തെ വചന ചിന്തയ്ക്ക്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വായിച്ചു പോകാം. 1-ാം വാക്യം മുതൽ വായിച്ചു. ഒർദബെ, ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു. ലിസ്ത്രയിൽ തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അതായത് അപ്പൊ ദെർബെ, ലിസ്ത്ര എന്ന് പറയുന്ന 2 സ്ഥലങ്ങൾ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പോയിന്റാണ് ലിസ്ത്ര എന്ന് പറയുന്നത്. ഗലാത്തിയയിലുള്ള അതിൻ്റെ താഴെ കാണുന്ന ലിസ്ത്ര എന്നൊരു പ്രദേശം, ഒരു ചെറിയൊരു പ്രദേശം. ആ ഒരു പ്രദേശത്തിലാണ് ഇപ്പോൾ തിമോത്തിയോസ് എന്ന് പറയുന്ന ഒരൊറ്റ ശിഷ്യനെ ആർക്ക് കിട്ടിയിരിക്കുന്നത്? പൗലോസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത നമ്മൾ അറിയണം. ഈ ലിസ്ത്രയിൽ നിന്ന് തിമോത്തിയോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ കിട്ടാൻ ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ അറിയണം. എന്നാലേ ഈ പൗലോസിൻ്റെ ആരാധനയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ലിസ്ത്രയിൽ ഇതിനു മുൻപ് നടന്ന സംഭവത്തെക്കുറിച്ച് 14-ാം അധ്യായത്തിൽ, ആ 14-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 8-ാം വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാമോ? 14-8. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രയിൽ ഉണ്ടായിരുന്നു. ജന്മന മുടന്തനായവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞില്ല. അതായത് ജനിച്ചപ്പോൾ തന്നെ കാല് മുടന്തനായിരുന്ന, നടക്കാൻ കഴിയാത്ത ഒരു വ്യക്തി എവിടെ ഉണ്ടായിരുന്നു? ഈ ലിസ്ത്ര എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ഈ ലിസ്ത്രയിൽ പൗലോസ് സുവിശേഷം പറഞ്ഞു. ഈ പറയുന്ന കാല് വയ്യാത്ത മുടന്തനായ, ജന്മനാ മുടന്തനായവൻ അവനെന്ത് ചെയ്തു? അവന് സൗഖ്യം കിട്ടി. അവിടെയുള്ള ജനം മുഴുവൻ ആരിൽ വിശ്വസിച്ചു? പൗലോസിൽ, ബർണബാസിലൊക്കെ വിശ്വസിച്ച് അവർ ഓടി വന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അവർ ബർണബാസിനെയും ഈ പൗലോസിനെയും ദൈവമാക്കി മാറ്റിക്കൊണ്ട് സേവൂസ് എന്നും എന്നൊക്കെ പറഞ്ഞ് അന്ന് അവിടെ ഉണ്ടായിരുന്ന അവരുടെ ദൈവങ്ങളായി അവർ ബർണബാസിനെ സേവൂസ് എന്നും പൗലോസിനെ പ്രധാന പ്രസംഗകനായതിനാൽ ഹെർമാസ് എന്നും വിളിച്ചു. അതായത് ചില ഗ്രീക്ക് മിത്തോളജിക്കൽ ദൈവങ്ങളിലെ സമാനനായി പേരിട്ട് പൗലോസിനെയും ബർണബാസിനെയൊക്കെ വിളിച്ചുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങി. പൗലോസും ബർണബാസും വസ്ത്രങ്ങൾ കീറിക്കൊണ്ട് വലിയ വായിൽ ഒച്ചത്തിൽ അവരെ ശാസിക്കുന്നത് നമുക്കവിടെ വചനത്തിൽ വായിക്കാം. അതിൻ്റെ 15-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. 15-ാം വാക്യം, 14-15. ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യരാണ്. വ്യർത്ഥമായ ഈ രീതികളിൽ നിന്നും ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അതായത് പൗലോസ് വ്യക്തമായിട്ട് അവിടെ പറയുകയും നിങ്ങൾ ആരാധിക്കേണ്ടത് ഒരേ ഒരു ദൈവത്തെ, ആ ദൈവമാണ് ആകാശവും ഭൂമിയും സകലതും സൃഷ്ടിച്ചവൻ. അവനെ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആരാധിക്കാൻ പാടുള്ളൂ. അവനെ മാത്രമേ മാലയിട്ട് പൂജിക്കാൻ പാടുള്ളൂ. അവനെ മാത്രമേ നിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാതെ മനുഷ്യർക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ സ്ഥാനം കൊടുക്കരുത്. ഇന്ന് നമ്മുടെ ഇവിടെ ഇപ്പം എന്നെ പോലെ അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഇന്നിവിടെ പ്രസംഗം പറയുന്നു, ദൈവവചനം സുവിശേഷം പ്രസംഗിക്കുന്നു. ഏതെങ്കിലും ജന്മന നടക്കാൻ പറ്റാത്തൊരു മുടന്തൻ സൗഖ്യം പ്രാപിച്ച എന്തായിരിക്കും? പിറ്റേ ദിവസം ഞാനാണെങ്കിലും നമ്മളാരായി? നമ്മൾ അപ്പസ്തോലനായി. അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ പ്രവാചകനായി. പിന്നെ കഴിയുമെങ്കിൽ പിന്നെ നമ്മളൊരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി മാറി. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ എൻ്റെ കൈമുത്തലും എൻ്റെ കാൽമുത്തലും ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നല്ലേ. പിന്നെ ഞാനൊരു അമാനുഷികനായി മാറാൻ തുടങ്ങും. പിന്നെ ആളുകൾ മുഴുവൻ നമ്മുടെ ഫോളോവറായി, മനുഷ്യൻ്റെ ഫോളോവറായി. പൗലോസും ബർണബാസും സമ്മതിക്കുന്നുണ്ടോ? ഇല്ല.
ഉറക്കെ വിളിച്ചു പറഞ്ഞു. വസ്ത്രം കീറിക്കൊണ്ട് പൗലോസ് പറയുന്ന ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. അതിൻ്റെ താഴെ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ആ വാക്യം, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ വ്യർത്ഥ പരിപാടി നിർത്ത്. ദൈവം എന്ന് പറയുന്നത് മനുഷ്യനല്ല, ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ആകാശവും ഭൂമിയും സമുദ്രവും സകലതും സൃഷ്ടിച്ച ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതല്ല. മനുഷ്യൻ്റെ പിന്നാലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത് എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് വിളിച്ചു പറഞ്ഞതിന് ശേഷം പൗലോസിന് എന്ത് കിട്ടി? പൗലോസിന് നല്ല ഉഗ്രം കല്ലേറ് കിട്ടി. താഴോട്ടുള്ള വാക്യം വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും. 19-ാം വാക്യം വായിച്ചോ. 19-ാം വാക്യം. അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയയിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. അതായത് പൗലോസ് ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉള്ളവർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പൗലോസ് ഈ സുവിശേഷം പ്രസംഗിച്ചു. ഇവിടെ ഈ പറയുന്ന ഒരു തിമോത്തിയോസിനെ പൗലോസിന് എന്ത് കിട്ടി? മാനസാന്തരപ്പെട്ടൊക്കെ കിട്ടി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ജനം മുഴുവൻ ചെയ്ത പ്രവൃത്തി നേരെ തിരിച്ചാണ്. അപ്പുറത്തുനിന്ന് ഇവിടുന്നൊക്കെ യഹൂദന്മാർ വന്ന് എന്ത് ചെയ്തു? അവരെ കല്ലെറിയാൻ തുടങ്ങി. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ സുവിശേഷം പറഞ്ഞു തുടങ്ങിയാൽ നിന്നെ കല്ലെറിയും. സത്യസുവിശേഷം പറഞ്ഞാൽ നമ്മളും കല്ലേറ് കൊള്ളും. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി, വെറുതെ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും നോക്കിയാൽ മതി. കുറേ യഹൂദർ നമ്മളെ കല്ലെറിയുന്നുണ്ട്. സത്യസുവിശേഷം പറഞ്ഞാൽ കല്ലേറ് ഉറപ്പാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട അവരുടെ വിഷയങ്ങളേക്കൊന്നും തുടരുത്. അവരുടെ ധനസമ്പാദന മാർഗ്ഗങ്ങളെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ടച്ച് ചെയ്യുക പോലും ചെയ്യരുത്. അതിനെ തൊടാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. അവരൊരു കല്ലേറുമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ അതിനെ എങ്ങാനും നമ്മൾ വിമർശിക്കുകയോ അതിനെ എങ്ങാനും നമ്മളത് തോണ്ടുകയോ ചെയ്താൽ അപ്പം കല്ലേറ് തുടങ്ങും. കാരണം അവരുടെ ധനസമ്പാദന മാർഗ്ഗങ്ങളാണ്. ഇവിടെ പൗലോസ് വളരെ വ്യക്തമായി അവരെ തന്നെ ഇനി മധ്യസ്ഥരോ വിശുദ്ധരോ ദൈവമോ അല്ലെങ്കിൽ ദൈവത്തിന് തുല്യരോ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസും ബർന്നബാസും ശക്തമായി അതിനെ എതിർക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്തു. അവർക്ക് കിട്ടിയ സമ്മാനം ഇതാണ്. 19-ാം വാക്യം. അന്ത്യോക്യയിൽ നിന്നും ഇക്കണോത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദരിൽ നിന്നും ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിഞ്ഞു. തൊട്ടടുത്ത വാക്യം വായിച്ചോ. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. അതായത് പൗലോസിനെ കല്ലെറിയുക മാത്രമല്ല, ആ കല്ലുകൾ മുഴുവൻ വന്ന് പൗലോസിന്റെ മുഖത്ത് വീണു, പൗലോസിന്റെ ദേഹത്ത് വീണു. അവസാനം മരണപ്പെട്ടു എന്ന് ഏകദേശം അവർക്ക് മനസ്സിലായി. അവർ വലിച്ചടിച്ചു കൊണ്ടുവന്ന് പട്ടണത്തിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, പുറത്തേക്ക് വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ലിസ്ത്ര എന്ന് പറയുന്നത് ശരിക്കും ഒരു ഉയർന്ന പ്രദേശമാണ്. ആ ഉയർന്ന പ്രദേശത്തു നിന്നും അവനെ താഴ്വാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പൗലോസ് തൻ്റെ ദർശനങ്ങളെക്കുറിച്ച് 2 കൊരിന്തി അതിനകത്ത് പൗലോസിൻ്റെ ചില മേഖലകൾ 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് ഈ ഒരു സന്ദർഭത്തിൽ നടന്ന ഒരു കാര്യം പറയുന്നുണ്ട്. 12:1 മുതൽ വായിക്കാം. 2 കൊരിന്തോസ് അതിൻ്റെ 12-ാം വാക്യം 1 മുതൽ വാക്യങ്ങൾ 12-ാം അധ്യായം 1 മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഈ മലയിൽ വെച്ച് ഈ കല്ലേറ് കൊണ്ട് അവിടെ സംഭവിച്ച ഒരു അനുഭവത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. വായിച്ചോ. എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്, അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കർത്താവിൻ്റെ ദർശനങ്ങളിലേക്ക് വെളിപ്പാടുകളിലേക്കും ഞാൻ കടക്കട്ടെ. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. പറയുന്ന 14 വർഷം മുൻപ് ഒരു മനുഷ്യൻ ശരീരം കൊണ്ടോ ശരീരം കൂടാതെയോ സ്വർഗത്തിലേക്ക് 3-ാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഞാൻ മനുഷ്യർക്ക് വിവരിക്കാൻ കഴിയാത്ത അനേക കാര്യങ്ങൾ ഞാൻ കണ്ടു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സന്ദർഭം, ആ പൗലോസ് അപ്പോസ്തലൻ്റെ 14 വർഷം പുറകിലോട്ട് ചിന്തിച്ചാൽ കൃത്യമായി കിട്ടുന്ന സ്ഥലം ഇതാണ്. ലിസ്ത്രയിൽ വെച്ച് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ യഹൂദർ മുഴുവൻ കല്ലെറിഞ്ഞ് അവനെ ഈ പറയുന്ന ലിസ്ത്ര മലമുകളിൽ നിന്നും താഴേക്ക് മരിച്ചു, ഇനി ഇതിനെ കൊണ്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് അവിടെ കിടക്കുന്ന ആ സമയത്ത് പൗലോസിനുണ്ടായ ദർശനത്തെക്കുറിച്ചാണ് ആര് പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 14 വർഷം മുൻപ് ലിസ്ത്രയിൽ വെച്ച് കല്ലെറിഞ്ഞ് കിടക്കുമ്പോൾ, മരണപ്പെട്ടു എന്ന് കരുതി ആരും നോക്കാനില്ലാതെ ഞാൻ കിടക്കുമ്പോൾ, ഞാൻ മരിച്ചു എന്ന് കരുതി നിൽക്കുമ്പോൾ എനിക്കുണ്ടായൊരു ദർശനമുണ്ട്. അത് ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയത്തില്ല. പകരം ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. മനുഷ്യന് വിവരിച്ചു കൂടാൻ പറ്റാത്ത അനേക കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടു എന്ന് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ആരാധിക്കും, പ്രാർത്ഥിക്കും, ദർശനങ്ങളെ ആഗ്രഹിക്കും. ദർശനങ്ങൾ കിട്ടണമെന്ന് നമ്മൾ എന്ത് ചെയ്യും? അത്യധികമായി ആഗ്രഹിക്കും. കഴിയുമെങ്കിൽ ഒന്ന് സ്വർഗം വരെ പോകണം, കഴിയുമെങ്കിൽ വിശുദ്ധരെ ഒന്ന് കാണണം, യേശുക്രിസ്തുവിനെ ഒന്ന് കാണണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട്, അല്ലേ? സത്യത്തിൽ നമ്മളതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? പൗലോസ് 3-ാം സ്വർഗം വരെ പോകുന്നതിന് വേണ്ടി മരണത്തോളം എത്തി. അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരുപാട് അപകടങ്ങളിലൂടെ ഞാൻ നടന്നു, ഒരുപാട് പീഡനങ്ങൾ ഞാൻ ഏറ്റു, അനേക പ്രാവശ്യം 40-ൽ കുറയാതെ അടി ഞാൻ വാങ്ങി, ഞാൻ കഷ്ടത സഹിച്ചു, ഈ വേദനകളെല്ലാം സഹിച്ചു. ഈ സഹനങ്ങൾ മരണവക്കോളം എന്നെ എത്തിച്ചപ്പോൾ
എനിക്ക് 3-ാം സ്വർഗം വരെ പ്രവേശിക്കാനും അവിടെയുള്ള ചിലത് കാണാനും എൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്താനും സാധിച്ചു. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ എന്ത് ചെയ്യും? ആരാധിക്കും. ഇന്നിവിടെ കുറേ ആളുകൾക്ക് ദർശനം കിട്ടുന്നുണ്ട്. എന്ത് ദർശനം കിട്ടുന്നത്? പല ആളുകൾക്കും ദർശനം കിട്ടുന്നുണ്ട്. ദാവിഞ്ചി വരച്ച ചിത്രം ദർശനം കിട്ടും, അല്ലെങ്കിൽ ചാര കുഞ്ഞമ്മയുടെ ഫോട്ടോ ദർശനം കിട്ടും. ഇന്ന് കാണുന്ന വിഗ്രഹത്തിലുള്ള എല്ലാ ദൈവത്തെയും നമ്മൾ ദർശനം കാണുന്നുണ്ട്. പക്ഷെ സത്യദൈവത്തെ ഇന്ന് വരെ ആർക്കും കാണാൻ പറ്റുന്നില്ല. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, പൗലോസിനെ പോലെ കഷ്ടത സഹിച്ചൊരു സുവിശേഷകൻ ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഞാനടക്കം അഡ്ജസ്റ്റ്മെൻറ്റ് സുവിശേഷമാണ്. അതായത് ദൈവത്തിൻ്റെ വചനം അടി കൊള്ളുമെന്ന് പറഞ്ഞുള്ളടത്ത് അടി എന്ന് എഴുതി കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? വാലുമടക്കി ഓടും. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മളിപ്പോൾ ആദ്യം വായിച്ചത് 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ദെർബെ, ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു. ലിസ്ത്രയിൽ തിമോത്തിയോസ് എന്ന് പേരായ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ഒരൊറ്റ ശിഷ്യനെ നേടാൻ പൗലോസ് എന്ത് ചെയ്തു? ലിസ്ത്രയിൽ പോയി അടി വാങ്ങി മരണവക്കോളം എത്തി. അവിടെ നിന്ന് വലിച്ചെറിയപ്പെട്ടു. അവിടെ നിന്ന് വലിച്ചെറിഞ്ഞവനെ പുറം തള്ളി. നിങ്ങൾ വീണ്ടും 14-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിച്ച് അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവർ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. അടുത്ത ദിവസം ബർനാബാസുമൊത്ത് അവൻ ദെർബയിലേക്ക് പോയി. അവൻ നഗരത്തിലും അവർ സുവിശേഷം പ്രസംഗിച്ചു. ആ നഗരത്തിലും അവർ സുവിശേഷം പ്രസംഗിച്ചു, പലരെയും ശിഷ്യരാക്കി. അനന്തരം അവർ ലിസ്ത്രായിലേക്കും ഇക്കോണയത്തിലേക്കും പോയി. പൗലോസിൻ്റെ ധൈര്യം ഒന്ന് നോക്കി. അതായത് അടിച്ച് നശിപ്പിച്ച് മരണവക്കോളം എത്തി കല്ലെറിഞ്ഞ് അവിടെ നിന്ന് വലിച്ചെറിഞ്ഞ് വീണ്ടും അവൻ എവിടേക്ക് പോയി? ദർബയിലേക്ക് തിരിച്ചു പോയി. അവിടെ പോയി സുവിശേഷം പ്രസംഗിച്ചു. ആ ദർബയിൽ നിന്നും വീണ്ടും തിരിച്ച് എവിടേക്ക് പോവാ? ഈ പറയുന്ന ലിസ്ത്രയിലേക്കും ഇക്കോണയത്തിലേക്കും പോകുന്ന ഒരു പ്രധാനപ്പെട്ട സുവിശേഷ വേല ആരുടെ? പൗലോസിൻ്റെ സുവിശേഷ വേല. നമ്മളത് എന്ത് ചെയ്യും? ഒരു തവണ പോയി അടി കിട്ടി, ഇനി നമ്മൾ ആ വഴിക്കേ പോകത്തില്ല. എങ്ങനെ ഓടി രക്ഷപ്പെടാം? അതാ പറഞ്ഞ അടി എന്ന് എഴുതി കാണിക്കുമ്പോൾ ആ എഴുതി പൂർത്തിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. നമ്മളില്ലേ, നമ്മൾ ഈ പരിപാടിക്കില്ലേ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടും. നമ്മുടെ സുവിശേഷം അത്രയേ ഉള്ളൂ. ഈ പറയുന്ന ആ ലിസ്ത്രയിൽ വെച്ച് അത്രയും അടികൾ കിട്ടിയിട്ടും അത്രയും പ്രതികൂലങ്ങൾ വന്നിട്ടും അവിടെ നിന്നും പിന്മാറാൻ ആര് തയ്യാറല്ല? പൗലോസ് തയ്യാറല്ല. അവിടെ നിന്ന് ശിഷ്യനെ കിട്ടിയാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും അതേ ലിസ്ത്രയിലേക്കും അതേ ഇക്കോണിയത്തിലേക്കും അതേ ദർബയിലേക്കും പോയി ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് അവിടെ കാണാം. അതാണ് 16-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായോടെ പറയുന്നു, ദർബെ, ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു. അവിടെ തിമോത്തിയോസ് എന്ന പേരായ ഒരു ശിഷ്യനെ ലഭിച്ചു. അത് പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി മാറി. കാരണം ആ ശിഷ്യൻ ശ്രേഷ്ഠനായ, ദൈവത്തിന് സ്വീകാര്യനായ ഒരു ശിഷ്യനായിരുന്നു. അതാ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലേ, വില കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു ശുശ്രൂഷകന് കിട്ടിയാൽ അത് ദൈവത്തിന് ഉപകാരപ്രദമായിരിക്കും. അതിനകത്തൊരു കുറവുണ്ടാകത്തില്ല. അത് കർത്താവിന് ഉപകാരപ്രദമായ മനുഷ്യൻ തന്നെയായിരിക്കും. ഇന്ന് പലരും സഹനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പലരും പറയും, കർത്താവ് എനിക്ക് സഹനമാണ് തന്നിരിക്കുന്നത്, എനിക്ക് ക്യാൻസറാണ് ബ്രദറെ, 6 വർഷമായിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. സഹനമാണ്, സഹനം. എനിക്ക് പ്രതികൂലങ്ങളാണ്. ഇന്ന് പല വീഡിയോകൾ നമ്മൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. സംസാരിക്കാൻ കഴിയുന്നില്ല, ബെഡ് റിഡനാണ്, എത്രയോ വർഷങ്ങളായിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ. പക്ഷേ ആ സ്ത്രീയെ വെച്ചിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിരിക്കുക, ദൈവത്തിൻ്റെ സഹനമാണ്. ഞാൻ വിചാരിച്ചു, ആ സ്ത്രീ എന്താ ചെയ്ത കർത്താവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിന് ഈ സ്ത്രീയെ ഇങ്ങനെ ക്യാൻസർ വന്നൊരു കസേരയിൽ മടക്കി കിടത്തിയിട്ട് കർത്താവിന് വല്ല ഗുണമുണ്ടോ? എന്തെങ്കിലും ഗുണമുണ്ടോ? എന്ത് സഹനമാണ് ക്രിസ്തുവിനെ പ്രതി അവർ സഹിക്കുന്നത്? കർത്താവ് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഓരോന്നിനെ ക്യാൻസറായിട്ട്, ഇപ്പുറത്തെ ഓരോന്നിനെ തളർത്തിയിട്ട്, അപ്പുറത്തെ ഓരോരുത്തനെ മറ്റേ സ്ട്രോക്ക് വരുത്തി, ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് അവിടെ ഇരുന്ന് സൂഹിക്കുകയാണോ? ഇങ്ങനെ സഹനം കൊടുക്കുന്നതാണോ ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീസസിൽ വന്ന് വർഷങ്ങളോളം രോഗമായി മരണപ്പെട്ടു പോകുമെന്ന് ഉറപ്പ് വന്നൊരു സഹോദരി ഇന്ന് കർത്താവിനെ അറിഞ്ഞ്, ക്രിസ്തുവിനെ അറിഞ്ഞ് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സഹോദരിയുണ്ട് UK ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന. അതായത് ഇന്ന് പോവാത്ത ധ്യാന കേന്ദ്രങ്ങളില്ല, മരണപ്പെടുമെന്ന് 100% ഉറപ്പാണ്. സഹോദരി പറയുന്നത്, ഞാൻ എവിടെ ചെന്നാലും എല്ലാവരും എന്നോട് പറയുന്നത്, സഹോദരി പേടിക്കണ്ട, അനുഗ്രഹമായിരിക്കും, സഹോദരിക്ക് എന്ത് സംഭവിച്ചാലും സങ്കടപ്പെടണ്ട, മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് നീ ഇപ്പോൾ സഹിക്കുന്നത്, നീ അത് ഓർത്താൽ മതി. ആ പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു, ആദ്യമായിട്ട് ധ്യാനത്തിന് വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബ്രദറെ, ഞാൻ മരിച്ചു പോയിട്ട് എൻ്റെ മക്കൾക്ക് ഈ ചെറുപ്രായത്തിൽ ഞാൻ ഇല്ലാതെ ആയി പോയിട്ട് അവർക്ക് എന്ത് അനുഗ്രഹം കിട്ടിയിട്ട് കാര്യം?
ആ അനുഗ്രഹം എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഈ കിടക്കയിൽ കിടന്ന് ഈ കഷ്ടത സഹിച്ച് എണീക്കാൻ പറ്റാതെ ഈ ദുരിതം സഹിച്ച് കിടന്നിട്ട് എൻ്റെ മക്കൾക്ക് ഒരു ആശ്വാസമോ ഒരു നേരം ഒരു ചായ എങ്കിലും ഇട്ട് കൊടുക്കാൻ എനിക്ക് കഴിയാതെ ഞാൻ ഇവിടെ കിടക്കുമ്പോൾ അവർക്ക് ഇനി എന്ത് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? അതാണോ അവരുടെ അനുഗ്രഹം? അതോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവരനുഗ്രഹിക്കപ്പെടുന്നതാണോ? അതല്ലെങ്കിൽ ഞാൻ അവർക്ക് സഹായമായി നിൽക്കുന്നതാണോ എൻ്റെ മക്കളുടെ അനുഗ്രഹം? ഞാൻ മരിച്ചു പോയിട്ട് അവരെന്ത് അനുഗ്രഹം പ്രാപിച്ചിട്ട് എനിക്കെന്ത് കാര്യം? എനിക്കെന്ത് സന്തോഷം? അതെന്തോന്ന് അനുഗ്രഹമാണ്? അപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. സഹോദരി ഇപ്പോൾ അനുഭവിക്കുന്ന സഹനം ഒരിക്കലും ക്രിസ്തുവിനെ പ്രതിയല്ല. ക്രിസ്തുവിനെ പ്രതി നിങ്ങൾ സഹനം അനുഭവിക്കും. എപ്പോഴാണെന്നറിയാമോ? യേശുവിൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ, ക്രിസ്തുവിനെ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി കല്ലെറിയും. അതാ ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനം. അപ്പോസ്തലൻ ഈ സഹിച്ചതാണ് എന്ത്? ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനം. നമ്മൾക്ക് എന്തെങ്കിലും ദൈവത്തെ പ്രതി സഹനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവവചനത്തെ പ്രതിയായിരിക്കണം, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തെ പ്രതിയായിരിക്കണം. അല്ലാതെ എന്ത് സഹനം? വെറുതെ ഇരിക്കുന്നതാണോ സഹനം എന്ന് പറഞ്ഞേ? ഹല്ലേലൂയ. അങ്ങനെ സഹനങ്ങൾ ഏറ്റെടുത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൗലോസ് ഇറങ്ങി തിരിച്ചപ്പോൾ, അതേ ലിസ്ത്രയിലേക്ക് വീണ്ടും പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ഒരു ശുശ്രൂഷകനെ കിട്ടി, തിമോത്തിയോസിനെ. ആ ശുശ്രൂഷകനെ കൊണ്ട് പൗലോസ് ഇറങ്ങാൻ തുടങ്ങി. നമ്മൾ അതിൻ്റെ 6-ാം വാക്യം മുതൽ 16-ന്റെ 6-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. അതായത് ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്നും, നമ്മൾ ഈ ഓറഞ്ച് കളറിൽ കാണുന്ന സ്ഥലം കണ്ടോ? ഈ കാണുന്ന സ്ഥലം, ഈ കാണുന്ന ഈ പ്രദേശമാണ് ഏഷ്യ എന്ന് പറയുന്ന പ്രദേശം. അതായത് പഴയ ഇന്നത്തെ തുർക്കി, ഇന്നത്തെ ആ തുർക്കി പ്രദേശം, എഫേസൂസൊക്കെ നിൽക്കുന്ന, എഫേസൂസിൻ്റെ തലസ്ഥാനമായ ആസിയ എന്ന് പറയുന്ന സ്ഥലം നിൽക്കുന്ന ഏഷ്യ മൈനറിൻ്റെ ഇന്ന് കാണുന്ന തുർക്കിയുടെ വലിയൊരു പ്രദേശമാണ് ഈ പറയുന്ന സ്ഥലം. ഈ ഏഷ്യയിൽ നിന്നും സുവിശേഷ പ്രസംഗത്തിന് എന്ത് സംഭവിച്ചു? ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്നും പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്തിയ എന്നീ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു. അതായത് ഈ പറയുന്ന ഈ പച്ച കളറിലുള്ള ഈ സ്ഥലങ്ങളിലേക്ക് തന്നെ അവർ യാത്ര ചെയ്തു. ഇവിടെ നിന്ന് അടുത്ത വാക്യമാണ് വായിച്ചോ ബ്രദറെ. മീസിയയിലേക്ക് അടുത്തു വന്നപ്പോൾ ബിദിയാനിയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. അതായത് മീസിയ അവിടെ കിടക്കുന്നുണ്ട്. ഈ മീസിയയിൽ നിന്നും ബിദിയാനിയ എന്ന് പറയുന്നത്, അതിൻ്റെ മുകളിൽ കാണുന്ന ആ മഞ്ഞ കളറിലുള്ള സ്ഥലമാണ് ബിദിയാനിയ. അവിടേക്ക് പോകണമെന്ന് അവർ ആഗ്രഹിച്ചു. എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അത് അനുവദിച്ചില്ല. അതായത് 2 സ്ഥലങ്ങളിലേക്ക്, ഒന്ന് ഈ പറയുന്ന ഇന്നത്തെ മോഡേൺ തുർക്കി പ്രദേശത്തിന് ആ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ പൗലോസ് ആഗ്രഹിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പൗലോസിനെ പിന്തിരിപ്പിച്ചു. തൊട്ടടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു രീതിയിൽ അവിടെ കിടക്കുന്നത്, ഇതാ ബിദീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. പക്ഷേ യേശുവിൻ്റെ ആത്മാവ് അത് അനുവദിച്ചില്ല. 2 സ്ഥലത്തും വ്യത്യസ്തമായ ആത്മാക്കളെ കുറിച്ച് അവിടെ പറയുന്നത്. ഒന്ന് പരിശുദ്ധാത്മാവ്, മറ്റൊന്ന് യേശുവിൻ്റെ ആത്മാവ്. ഇത് രണ്ടാണോ? ആണോ? അല്ല, ഒരേ ആത്മാവ് തന്നെ. ദൈവത്തിൻ്റെ ആത്മാവ്. അതായത് നമ്മൾ പലരും ചോദിക്കുന്നുണ്ട്, പലയിടത്തും നമ്മുടെ ആളുകൾ, ചില നിരീശ്വരവാദികളും അല്ലെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട്, നമ്മൾ 3 ദൈവത്തെയാണോ ആരാധിക്കുന്നത്? 3 ദൈവത്തെയാണോ ആരാധിക്കുന്നത്? പിതാവ് ഒരാൾ, പുത്രൻ ഒരാൾ, പരിശുദ്ധാത്മാവ് മറ്റൊരാൾ. അല്ല, ഒരൊറ്റ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവിടെ ഒരു സ്ഥലത്ത് പരിശുദ്ധാത്മാവ് പിന്തിരിപ്പിച്ചു, അടുത്ത സ്ഥലത്ത് യേശുവിൻ്റെ ആത്മാവ് അവരെ പിന്തിരിപ്പിച്ചു. അതായത് ഒരേ ആത്മാവ് തന്നെ എന്ത് ചെയ്തു? അവരെ പിന്തിരിപ്പിച്ചു. പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുവിൻ്റെ ആത്മാവെന്ന് ബോധ്യം വരാൻ അപ്പസ്തോലൻ എഴുതിയിരിക്കുന്ന ആ ആവർത്തന വിരസതയില്ലാതെ കാണിക്കാൻ വേണ്ടി ആ സ്ഥലങ്ങളിലെ കൃത്യമായ രേഖകൾ ലൂക്കാ സുവിശേഷകനോട് എഴുതിയിരിക്കുക. അപ്പോൾ അപ്പസ്തോലന്മാർക്ക് ആ കാര്യം വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഏത്? ട്രിനിറ്റിയെക്കുറിച്ച്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ ആത്മാവിൽ അവർ നടത്തപ്പെടുന്ന, ഒരേ സുവിശേഷം പ്രസംഗിക്കുന്ന, ഒരുപോലെ തന്നെയാണ് ഈ ആത്മാവിൻ്റെ പ്രവൃത്തി. അപ്പോൾ ഇത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നും ആരെ പിന്തിരിപ്പിച്ചത്? പരിശുദ്ധാത്മാവ് തന്നെയാണ് അവരെ പിന്തിരിപ്പിച്ചത്. എല്ലാ സ്ഥലത്തും നമ്മൾ പോയി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സുവിശേഷ പ്രഘോഷണം നടത്താൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്നൊരു സമയമുണ്ട്, ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്താലാണ് ഉയർത്തപ്പെടേണ്ടത്. നമ്മൾ എത്ര ഉയർത്താൻ നോക്കിയാലും, നമ്മൾ പോയി സുവിശേഷം പ്രഘോഷിക്കാൻ നോക്കിയാലും ചിലപ്പോൾ എന്ത് സംഭവിക്കത്തില്ല? അവിടെ ഒരുത്തരും വരണമെന്നില്ല. ദൈവം പക്ഷേ നമ്മളൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ അവിടെ ദൈവിക പ്രവൃത്തി ഉണ്ടാകുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടാൽ ഉറപ്പ് ദൈവികമായൊരു വൻ പ്രവൃത്തി അവിടെ സംഭവിക്കും. തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. രാത്രിയിൽ പൗലോസ് ഒരു ദർശനമുണ്ടായി. മക്കദോനിയക്കാരനായ ഒരുവൻ അവൻ്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു, മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. അതായത് അതിനു മുൻപ് 2 സ്ഥലത്തേക്ക് 3 സ്ഥലത്തേക്ക് അവർ പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവാത്മാവ് അവിടെ നിന്നെല്ലാം പിന്തിരിപ്പിച്ചു. പക്ഷെ പിന്നീട് ഇതാ പൗലോസിന് ദൈവം ഒരു ദർശനം കൊടുക്കുകയാണ്. മക്കദോനിയയിലുള്ള ഒരു വ്യക്തിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ മക്കദോനിയയിലേക്ക് ചെല്ലണം, മക്കദോനിയക്കാരെ സഹായിക്കണം, അവർക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം?
സുവിശേഷം പറയണം. അവരെടുത്ത് വയ്ക്കി തീരുമാനം എടുത്തു, ഓക്കെ മക്കതോനിയയിലേക്ക് പോകാം എന്നവർ തീരുമാനിച്ചു. വായിച്ചോ, താഴോട്ട് വായിച്ചോ. മക്കതോനിയക്കാരെ സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു. അതായത് പൗലോസ് കൃത്യമായിട്ട് മനസ്സിലായി, ആദ്യത്തെ 2-3 സ്ഥലത്തേക്കുള്ള താല്പര്യം എൻ്റെ ആയിരുന്നു, പക്ഷെ ദൈവാത്മാവ് എന്ത് ചെയ്തിട്ടില്ല, അതിന് ഇപ്പോൾ ഒരു താല്പര്യം ദൈവം ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ അതിൻ്റെ 19-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, എഫേസൂസിൽ, അതായത് ഈ പറയുന്ന ഏഷ്യ മൈനറിൻ്റെ ഈ ഒരു പ്രദേശം മുഴുവൻ കർത്താവിൻ്റെ സുവിശേഷം എത്താൻ വേണ്ടി 19 അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പൗലോസ് വരുന്നത് ആ റൂട്ടിൽ തന്നെയാണ്. ഏഷ്യയിൽ സുവിശേഷം പ്രസംഗിച്ചു, എഫേസൂസിലും അതിലുണ്ടായിരുന്ന എല്ലാ സ്ഥലത്തും സുവിശേഷം പ്രസംഗിച്ച് വലിയൊരു സമൂഹം തന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ പൗലോസിനോട് പറഞ്ഞു, നീ ഇപ്പോൾ അവിടേക്ക് പോകണ്ട. നമ്മുടെ സുവിശേഷ വേല എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മൾ കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സുവിശേഷം പറയേണ്ടത്. കഴിഞ്ഞ കുറേ കാലം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിൻ്റെ വചനം പറയാനായിട്ട്, സുവിശേഷം പറയാനായിട്ട്, അല്ലേ? ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും യേശുവിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലർക്കും കഴിയുന്നില്ല. നിങ്ങളുടെ മുൻപിൽ ഒരു വ്യക്തി വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോ, ദൈവാത്മാവാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തുന്നത്. നിങ്ങളിൽ നിന്നും ഒരു വാക്കെങ്കിലും ലഭിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. കർത്താവിന് വേണ്ടി നിങ്ങൾ ഒരു വാക്കെങ്കിലും പറയണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നമ്മളായിട്ട് വാ തുറക്കുന്നില്ല. നമ്മൾ പറയാതിരുന്നാൽ കർത്താവ് വേറെ ആരെങ്കിലേക്കും അത് വിടുകയും ചെയ്യും, വേറെ ആരിലൂടെയെങ്കിലും കർത്താവ് സംസാരിക്കുകയും ചെയ്യും. ദൈവത്തിന് നീ തന്നെ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി സ്തുതികൾ പാടിയില്ലെങ്കിൽ ഈ കല്ലുകൾ എനിക്ക് വേണ്ടി സ്തുതികൾ ആരംഭിക്കും, അവൻ ആർത്തു വിളിക്കും. കാരണം നമ്മൾ നിൽക്കേണ്ടടുത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ വചനം വേറെ മാറ്റമൊന്നുമില്ല, കർത്താവ് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആർക്കാ നഷ്ടം? നഷ്ടം ആർക്കാ? നമുക്ക് തന്നെ നഷ്ടം. കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ കിട്ടുന്ന ഒരവസരം നമ്മളാണ് നഷ്ടപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി വരുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ എങ്ങനെയാണ് സുവിശേഷം പറയുന്നത്, എനിക്ക് വചനം അറിയില്ല, എനിക്ക് വലിയ യോഗ്യതയില്ല, എന്തൊക്കെ പറഞ്ഞാലാണ് അവർ സുവിശേഷം കേൾക്കാൻ പോവുക, കാരണം ബൈബിളില്ല, എൻ്റെ കയ്യിൽ ബൈബിളില്ല, ഇനി അത് പറഞ്ഞാൽ അവർ അംഗീകരിക്കുമോ, അവർ സ്വീകരിക്കുമോ, നമുക്ക് വലിയ ബോധ്യങ്ങളില്ല, ഇതൊക്കെ പറഞ്ഞാൽ അവർ കളിയാക്കത്തില്ലേ, ഇങ്ങനെ 100 കൂട്ടം സംശയമാണ് നമ്മുടെ ഉള്ളിൽ, അല്ലേ? പലർക്കും പലവിധ സംശയങ്ങളാണ്. യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ബൈബിൾ മുഴുവൻ അരച്ച് കലക്കി കുടിച്ച് പറയാന്നുള്ളതാണോ സുവിശേഷം? ആണോ? സുവിശേഷം എന്താണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ആ ഒരൊറ്റ കാര്യം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് പറയാലോ, അല്ലേ? എനിക്കുണ്ടായ അനുഭവം പറയാലോ, അല്ലേ? പൗലോസ് അപ്പസ്തോലൻ സുവിശേഷം പ്രസംഗിച്ചു. ആദ്യം പറഞ്ഞ സുവിശേഷം എന്തായിരുന്നു? പൗലോസ് പറഞ്ഞ മുഴുവൻ സുവിശേഷവും പൗലോസ് 3 പ്രാവശ്യം അപ്പസ്തോല പ്രവൃത്തിയിൽ തൻ്റെ മാനസാന്തര കഥ പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ മാനസാന്തരപ്പെട്ടു, എനിക്ക് എന്ത് സംഭവിച്ചു, ഞാൻ സാവൂളായിരുന്നു, ഞാൻ എന്തായി, ഞാൻ പൗലോസായി, എൻ്റെ പാപകരമായ ജീവിതത്തിൽ നിന്നും ഇന്ന് കാണുന്ന പൗലോസായി ഞാൻ മാറിയത് എങ്ങനെ എന്നുള്ളതാണ് പൗലോസിൻ്റെ സുവിശേഷം. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ തിയോളജിക്കൽ കാര്യം മുഴുവൻ പറയുന്നതല്ല സുവിശേഷം. അത് പറയുന്നത് മാത്രമാണ് സുവിശേഷം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല, അത് തെറ്റാണ്. നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം പറയുന്നത് അതാ സുവിശേഷം. അതാ ചിലപ്പോൾ ഒരു വ്യക്തിയെ മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് തിയോളജി മുഴുവൻ പഠിപ്പിച്ചു, ക്രിസ്റ്റോളജി മുഴുവൻ പഠിച്ചു, ഫിലോസഫി മുഴുവൻ പറഞ്ഞു, ദൈവരാജ്യത്തെക്കുറിച്ചും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു. ഇത് മുഴുവൻ കേൾക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല, നിർബന്ധമൊന്നും ഇല്ല. പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറയുക, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ക്രിസ്തുവിൽ എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം ഞാൻ പറയുക, അത് കേൾക്കുന്നവന് ചിലപ്പോൾ മാനസാന്തരത്തിന് കാരണമാകും. ഇതാ പൗലോസ് പറയുന്നത്. പൗലോസ് വ്യക്തമായി തൻ്റെ സുവിശേഷം തുടങ്ങുന്ന ആദ്യത്തെ കാര്യം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, തൻ്റെ മാനസാന്തര കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ എങ്ങനെ മാറി, എനിക്കെന്ത് സംഭവിച്ചു. നമുക്ക് പറയാൻ കഥകളൊന്നുമില്ലേ? മാനസാന്തര കഥകളുണ്ടോ? വല്ലതും മാറിയതുണ്ടോ? പറയാനുണ്ടോ? ഞങ്ങളുടെ ആൻഡ്രു ബ്രദർ എല്ലായിടത്തും പറയും, ഞാൻ വിക്കനായിരുന്നു, 8ാം ക്ലാസ്സിൽ എനിക്ക് എൻ്റെ നമ്പർ പറയാൻ പറ്റിയില്ല, എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന എൻ്റെ സഹോദരന്മാരായിരുന്നു. പക്ഷെ ഇന്ന് കർത്താവിന് വേണ്ടി എനിക്ക് പാടാൻ പറ്റുന്നു, ആരാധിക്കാൻ പറ്റുന്നു, വർഷിപ്പ് നടത്താൻ പറ്റുന്നു. കാരണം എന്താ? എൻ്റെ വിക്ക് മാറി. അവൻ്റെ സുവിശേഷമാണ്. ആ വ്യക്തിക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഭവമാണ്. ജഗൻ ബ്രദർ പറയും, എൻ്റെ വീട്ടിലെല്ലാവരും കലാകാരന്മാരാണ്, പക്ഷേ കല മുഴുവൻ ഈ പന്നീനെ കൊല്ലലും പിന്നെന്തുവാ മറ്റേ ഞാൻ ബാക്കി പറഞ്ഞവനെ കളിയാക്കുന്നില്ല. അതായത് അവരുടെ തറവാട്ടുകാരുടെ മെയിൻ പരിപാടി അവിടെ മാർക്കറ്റിൽ പന്നിവട്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ കല ആയിരുന്നത്. പക്ഷേ ഇന്ന് ജഗൻ ബ്രദർ ഇവിടെ പാട്ട് പാടുന്നു, കീബോർഡ് വായിക്കുന്നു, ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വേല ചെയ്യുന്നു. ഇത് കൃപയാല. അതാണ് അവൻ്റെ സുവിശേഷം. ഓരോ വ്യക്തിക്കും ഉണ്ടാകണം ഒരു സുവിശേഷം. എന്നിൽ ദൈവം ചെയ്ത മാറ്റമാണ് എൻ്റെ സുവിശേഷം.
ഇത് പറഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങൾ വലിയ തിയോളജിക്കൽ കാര്യങ്ങളൊന്നും പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതാണ് അവൻ്റെ ആദ്യത്തെ സുവിശേഷം. ബാക്കി അതിലേക്ക് നടത്തും ദൈവം. അതാ പൗലോസ് അപ്പോസ്തലനും കൃത്യമായിട്ട് തൻ്റെ സുവിശേഷത്തിൽ പൗലോസ് എവിടെയാണ് വീണത്, പൗലോസിൻ്റെ വിശ്വാസത്തിൽ ഇമ്മാതിരി മാറ്റം വന്നത് എവിടെയാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ആ വാക്യം ഒന്നും എടുത്തോ, പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ സംഭവം ഒന്നും എടുത്തോ. അപ്പോസ്തല പ്രവൃത്തി 3:9-3 അതിൽ വായിച്ചു. അവൻ യാത്ര ചെയ്ത് ദമസ്കാസിലെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലോളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ച് ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഏത് ഭാഷയിലായിരിക്കും? ഈ സാവൂളും ദൈവവുമായിട്ടുള്ള കോൺവെർസേഷൻ ഏത് ഭാഷയിലായിരിക്കും? ആ സമയത്ത് അവിടെ സംസാരിച്ചിരുന്ന ഭാഷ ശരിക്കും അരമായ ഭാഷയായിരുന്നു കൂടുതൽ. യേശു സംസാരിച്ചിരുന്ന ഭാഷ ഏതായിരുന്നു? അരമായ ഭാഷയായിരുന്നു. ഒരു പക്ഷേ ഇനി അരമായ ഭാഷയായിരിക്കുമോ, ഇനി അതല്ല ഗ്രീക്ക് ഭാഷ. അന്നത്തെ യവന ഭാഷ എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയായിരുന്നു ഗ്രീക്ക്. നമ്മൾ ന്യൂ ടെസ്റ്റമെൻറ്റ് മുഴുവൻ എഴുതിയിരിക്കുന്ന ഗ്രീക്ക് ഭാഷയല്ല. എന്നാൽ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻ ഭാഷ എന്ന് പറയുന്നത് ഹെബ്രായ ഭാഷയാണ് പറയുന്നത്. ഹെബ്രായ ഭാഷയിലാണ് ആര് സംസാരിക്കുന്നത്? സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ആ വാക്യം ഒന്നുകൂടി വായിച്ചോ മോനെ. സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അതായത് മാനസാന്തര കഥ മൂന്നാമത് പറയുന്ന സ്ഥലമാണ്. 26-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ വായിച്ചോ. 14-ാം വാക്യം മുതൽ. നീ എഴുന്നേൽക്കുക. 14-ാം വാക്യം. ഞങ്ങളെല്ലാവരും നിലംപതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഏത് ഭാഷയാണ് അവർ തമ്മിൽ സംസാരിച്ചത്? ഹെബ്രായ ഭാഷയിലാണ് അവർ തമ്മിൽ സംസാരിച്ചത്. കൃത്യമായിട്ട് ബൈബിളിൽ തെളിവെടുക്കുക. അപ്പോൾ ഈ ഹെബ്രായ ഭാഷയിൽ പൗലോസിനോട് സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? പൗലോസ് സാവൂൾ തിരിച്ചു ചോദിച്ചു, നീ ആരാണ്? അങ്ങ് ആരാണ്? ഞാൻ ആരെ പീഡിപ്പിക്കുന്നേ? അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു അല്ലേ? നമ്മൾ ആ 9-ാം വാക്യത്താണ്, 5-ാം വാക്യം. അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പോൾ ഇങ്ങോട്ട് വന്ന ഭാഷ ഹെബ്രായ ഭാഷ ആയതുകൊണ്ട് തിരിച്ച് പൗലോസും തിരിച്ച് അങ്ങോട്ട് ഏത് ഭാഷയിൽ സംസാരിക്കും? ഹെബ്രായ ഭാഷയിൽ. കാരണം യഹൂദനാണ്, ഹെബ്രായ ഭാഷ വ്യക്തമായിട്ട് അറിയാവുന്നവനാണ്. അപ്പോൾ അതേ ഭാഷയിൽ തന്നെ പൗലോസ് തിരിച്ചു ചോദിച്ചിട്ടുണ്ടാവും, അങ്ങ് ആരാണ്? എങ്ങനെയായിരിക്കും ഹെബ്രായ ഭാഷയിൽ അങ്ങ് ആരാണെന്ന് ചോദിക്കുക? ഹെബ്രായ ഭാഷയിൽ ഇവിടെ കാണുന്നത്, മലയാളത്തിൽ നമ്മൾ കാണുന്നത് കർത്താവേ, അങ്ങ് ആരാണ്. അപ്പോൾ ഹെബ്രായ ഭാഷയിലെ കർത്താവ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. കർത്താവ് എന്ന് പറയുന്ന ഇവിടെ കാണുന്ന എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് കുരിയോസ് എന്ന വാക്കാണ്. ഗ്രീക്കിൽ പോയിരിക്കുമ്പോൾ നോക്കിയാൽ കുരിയോസ് എന്ന വാക്കാണ് കാണുന്നത്. ഈ കുരിയോസ് എന്ന വാക്ക് പഴയ നിയമത്തിൽ ഹെബ്രായ ഭാഷയിൽ യഹോവ, യാഹ്വേ എന്ന് എഴുതിയിരിക്കുന്ന വാക്കിന് തത്തുല്യമായ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ കർത്താവ് എന്ന് അല്ലെങ്കിൽ കുരിയോസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പൗലോസ് ഒരു പക്ഷേ ചോദിച്ചിരിക്കുന്നത് ഇത് തന്നെയായിരിക്കും. കാരണം ഒരു അശരീരിയാണ് അവൻ കേട്ടത്, അത് ദൈവമാണെന്നും ദൈവത്തിൻ്റെ ശബ്ദമാണെന്നും അല്ലെങ്കിൽ മറ്റാരോ ആണെന്ന് മനസ്സിലാക്കി പൗലോസ് ചോദിക്കുകയാണ്, കർത്താവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 100% നമുക്ക് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ പൗലോസ് ചോദിച്ചത് അഡോണായ് എന്ന വാക്കാണ്, അതല്ലെങ്കിൽ യാഹ്വേ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഈ രണ്ടിലൊന്നാണ്. ഇത് രണ്ടും ഉപയോഗിച്ചാലും സെയിം എഫക്റ്റാണ്. കാരണം എന്താ? അഡോണായ് എന്നവർ ഉപയോഗിക്കുന്നത് യാഹ്വേ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കുന്നതാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് യഹൂദർ ഉപയോഗിച്ചിരുന്ന യാഹ്വേക്ക് തത്തുല്യമായ ഒരു വാക്ക് തന്നെയാണ് അവർ ഉപയോഗിക്കുന്ന അഡോണായ് എന്ന വാക്ക്. അപ്പോൾ അങ്ങനെയാണ് അവിടെ വിളിച്ചത്. അങ്ങ് ആരാണ്? അഡോണായ് അങ്ങ് ആരാണ്? അല്ലെങ്കിൽ യാഹ്വേ അങ്ങ് ആരാണ്? തിരിച്ചു മറുപടി എന്തായിരുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. ചോദ്യം എന്താണ്? ഒന്നുകിൽ അഡോണായ് അല്ലെങ്കിൽ യാഹ്വേ, അങ്ങ് ആരാണ്? ഈ രണ്ട് വാക്കേ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. കർത്താവ് എന്ന മലയാളം ട്രാൻസ്ലേഷൻ കിടക്കുമ്പോൾ നിങ്ങൾ പോയി ഏത് ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കിക്കോ, അല്ലെങ്കിൽ മൂലഗ്രന്ഥം എടുത്ത് നോക്കിയോ, ഏത് ഗ്രന്ഥം എടുത്താലും അവിടെ കുരിയോസ കിടക്കുന്ന മൂലഗ്രന്ഥത്തിൽ. കുരിയോസ ആണെങ്കിൽ അതിന് തത്തുല്യമായ 2 വാക്കേ ഉള്ളൂ, ഒന്നുകിൽ അഡോണായ് അല്ലെങ്കിൽ യാഹ്വേ. അപ്പോൾ ഇതാണ് ഉപയോഗിച്ചതെങ്കിൽ പൗലോസ് വിളിച്ചത് ആരെയാണ്? പൗലോസിനെ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ഈ സമയത്ത് പൗലോസ് യേശുവിനെ അറിയോ? യേശുവിനെ ദൈവമായിട്ട് കാണുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും യേശുവിനെ അല്ല പൗലോസ് വിളിച്ചത്. പൗലോസ് ആരാധിക്കുന്ന യഹോവയാണ് പൗലോസ് വിളിച്ചത് അല്ലേ?
പൗലോസ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ അങ്ങ് ആരാണെന്ന് ചോദിക്കുന്നത് യഹോവയാണ് അവിടെ നിന്ന് കാണുന്നത്. അങ്ങോട്ട് വിളിച്ചത് യഹോവനെ, തിരിച്ചിങ്ങോട്ട് സംസാരിച്ചത് ആരാ? യേശു അല്ലേ? ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ നിശാൽ ബ്രദർ ഇരിക്കുന്നുണ്ട്. ഞാൻ നിശാലെ എന്ന് വിളിച്ചാൽ നിശാൽ ഓടി വരും അല്ലേ? വരും. നിശാലിനെ ഞങ്ങളെല്ലാവരും വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, നിങ്ങളാരും വിളിക്കേണ്ട, ഞങ്ങൾക്ക് മാത്രമുള്ള സ്വാതന്ത്ര്യമായ കാര്യമാണ്. നിശാലിനെ ഞങ്ങൾ വിളിക്കുമ്പോൾ ചോട്ടു എന്ന് വിളിക്കും. ഞാൻ ചോട്ടു എന്ന് വിളിച്ചാലും നിശാൽ എന്ന് വിളിച്ചാലും വന്നത് ഒരാൾ തന്നെയാണ്, മാറ്റമൊന്നുമില്ല അല്ലേ? കാരണം എന്താ? ഈ രണ്ട് പേരിൻ്റെ ഉടമസ്ഥൻ ഒറ്റ ആളാണ്. അത് വിളിക്കുന്നവൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ത് വിളിക്കണം എന്നുള്ളത്. ഞാൻ വിളിച്ചാൽ വരുന്ന ഒറ്റ ആളേ ഉള്ളൂ. ഇതാണ് പൗലോസിൻ്റെ ബോധ്യം. പൗലോസിന് കിട്ടിയ ഒരു വലിയ ദൈവിക അനുഭവം അതാണ്. പൗലോസ് വിളിച്ചത് യഹോവയെ, വിളി കേട്ടത് യേശു. പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, യേശു ആരാണ്? പൗലോസ് എന്തിനാ പോകുന്നത്? ഒരു ചുരുളും ചുരുട്ടി പിടിച്ചിട്ട് കുതിരപ്പുറത്ത് പുള്ളി ഈ പോകുന്ന പോക്ക് എന്നാ കാണിക്കാനാണ് പോകുന്നത്? യേശു ദൈവമാണെന്ന് പറയുന്ന, യേശുവിനെ കുറിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നവരെ നശിപ്പിക്കാനും ബന്ധനത്തിലാക്കാനും തകർക്കാനും ഇല്ലായ്മ ചെയ്യാനും അധികാരപത്രവുമായിട്ടാണ് പൗലോസ് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് അടി കിട്ടുന്നത്. അടി കിട്ടിക്കഴിയുമ്പോൾ പൗലോസ് വിളിക്കുക, അല്ലയോ യഹോവേ അങ്ങ് ആരാകുന്നു എന്ന് ചോദിക്കുമ്പോൾ യഹോവ തിരിച്ചു മറുപടി പറയുക, ഞാൻ യേശുവാകുന്നു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു എന്ന് പറയുക. പിന്നെ താഴോട്ട് നോക്കിയോ, പൗലോസ് എന്ത് ചെയ്തു? ക്രിസ്തുവാണ്, യേശുവാണ് ക്രിസ്തു എന്ന് പ്രഘോഷിച്ചുകൊണ്ട് അവൻ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. അതിൻ്റെ 22 വാക്യം വായിച്ചോ. 22 വാക്യം, 9:22. സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമസ്കാസിൽ താമസിച്ചിരുന്ന, അതായത് ദമാസ്കസിലേക്ക് ഇവൻ പോയത് ക്രിസ്തുവിനെ തകർക്കാനാ, ക്രിസ്തുവിന്റെ സഭയെ തകർക്കാനാ, ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഇല്ലാതാക്കാനാ, സുവിശേഷത്തിലെ യേശുവിലെ വിശ്വസിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നവരെ തകർത്ത് നശിപ്പിക്കാൻ പോയവനാണ് ആര്? പൗലോസ്. പക്ഷെ ആ പൗലോസ് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ കഴിഞ്ഞു. അതായത് അവൻ്റെ സുവിശേഷം ഇത്രയേ ഉള്ളൂ, ഞാൻ ഒരുവനെ കണ്ടു, എനിക്കൊരു മാനസാന്തരം ഉണ്ടായി, എനിക്കൊരു വെളിപ്പാടുണ്ടായി, ഞാൻ വിളിച്ചതോ യഹോവയെന്ന്, വിളി കേട്ടതോ യേശുവെന്ന്, എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ പീഡിപ്പിക്കുന്ന യേശുവാണ് ക്രിസ്തു, ഞാൻ പീഡിപ്പിക്കുന്ന യേശുവാണ് മിശിഹ, ഞാൻ പീഡിപ്പിക്കുന്ന യേശുവാണ് അഡോണായി, ഞാൻ പീഡിപ്പിക്കുന്ന യേശുവാണ് യാഹ്വേ, ഞാൻ പീഡിപ്പിക്കുന്ന യേശു തന്നെയാണ് യഹൂദരെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന, പൂർവികർ ആരാധിച്ചു കൊണ്ടിരുന്ന, മോശെ ആരാധിച്ചു കൊണ്ടിരുന്ന, അബ്രഹാത്തിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം യേശുവാണ്, അവനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെന്ന് പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇതാ പൗലോസിന്റെ സുവിശേഷം. നമ്മൾ വിചാരിക്കുന്ന പൗലോസ് വലിയ തിയോളജിയാണ് പറഞ്ഞത്. പൗലോസ് തുടക്കം മുഴുവൻ പറഞ്ഞത് കടിച്ചാൻ പൊട്ടാത്ത തിയോളജിയാണ് പറഞ്ഞത്. അല്ല, പൗലോസിനുണ്ടായ അനുഭവമാണ് പൗലോസ് പറഞ്ഞത്. പൗലോസിന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ അനുഭവം അവൻ 3 സ്ഥലത്ത് പറഞ്ഞു. 100 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ 1000 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാകും. 3 സ്ഥലത്ത് ലൂക്ക എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മളാണെങ്കിൽ ചെയ്യുമോ? ഞാനാണെങ്കിൽ ഒറ്റ സ്ഥലത്ത് എഴുതി വെച്ചിട്ട് പരിപാടി നിർത്തിയേനെ. ലൂക്ക അത് ചെയ്തില്ല. അപ്പസ്തോല പ്രവർത്തനത്തിൽ 3 സ്ഥലം, വ്യത്യസ്തമായ 3 സ്ഥലങ്ങളിൽ ഒരേ സാക്ഷ്യം പറയുന്നത് ഒരേ പുസ്തകത്തിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതി വെച്ചിരിക്കുക. സുവിശേഷങ്ങളിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ 4 സ്ഥലത്തും പല 4 സുവിശേഷങ്ങളും എഴുതിയിട്ടുണ്ടല്ലേ? മത്തായി, മർക്കോസും ലൂക്കോസും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും ഒരേ അത്ഭുതം തന്നെ. അത് സുവിശേഷമാണ്, നടന്ന പ്രവൃത്തിയെക്കുറിച്ചിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാ പൗലോസ് മാനസാന്തര കഥ പറഞ്ഞത്, ഒരേ കഥ ഒരേ സംഭവം പല സ്ഥലത്ത് പറഞ്ഞു വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ആൻ്റപ്പൻ ഈ സാക്ഷ്യം പറയുമ്പോൾ, ഞാൻ വിക്കനായിരുന്നു, ഇന്ന് കർത്താവ് എൻ്റെ വിക്ക് മാറ്റി എന്ന് പറയുമ്പോൾ, ആൻ്റപ്പൻ മാറ്റിപ്പിടി, ഇത് കുറേ കേട്ടതാ, മടുത്ത്, മാറ്റിപ്പിടി, വേറെ പിടി. എടാ ഞാനേ കേട്ടിട്ടുള്ളൂ, കേൾക്കാത്തവിടെ ആളുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതം അത് കേട്ടവർ ഇവിടെ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ പിന്നെ ഞാൻ സാക്ഷ്യം പറയാറില്ലേ, ഞാൻ മദ്യപാനിയായിരുന്നു, ഞാൻ കള്ളുകൂടിയനായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. നിങ്ങളൊരു 1000 പ്രാവശ്യം കേട്ടിട്ടില്ലേ? കേട്ട് മടുത്തിട്ടില്ലേ? ഞാൻ ഇനിയും പറയും, വെറുപ്പിക്കും ഞാൻ, മാറ്റത്തില്ല, പിന്മാറത്തില്ല, ഇനിയും പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കും ഞാൻ. കാരണം എൻ്റെ പഴയ മനുഷ്യൻ അതായിരുന്നു. എനിക്കത് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ പഴയ മനുഷ്യൻ തിന്മയിൽ നിറഞ്ഞൊരു ജീവിതമായിരുന്നു, പക്ഷേ ക്രിസ്തു എന്നെ മാറ്റി. ഇന്ന് ക്രിസ്തുവിനെ അറിയുന്നൊരു ജീവിതത്തിലേക്ക് ദൈവം എന്നെ മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബോധ്യമാണ് പൗലോസിനുള്ളത്. അവിടെയാണ് പൗലോസ് തൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അതാണ് പൗലോസിന് എങ്ങുമില്ലാത്തൊരു ശക്തിയാൽ അവൻ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതാ 16-ാം അധ്യായത്തിൽ പോയ സ്ഥലത്തേക്ക്, അതായത് ലിസ്ത്രയിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് അടിയും കിട്ടി, അമ്മാതിരി പ്രതിസന്ധികൾ വന്നിട്ട് പിന്നെയും തിരിച്ച് എവിടെ പോയി സുവിശേഷം പ്രസംഗിക്കുക? അതേ ലിസ്ത്രയിൽ പോയി കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുക. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ.